വീക്കെൻഡിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ തപ്പിയെടുത്ത സ്ഥലമാണ് ബോട്ടണി ബേ. ലണ്ടനിൽ നിന്ന് ബോട്ടണി ബേയിലോട്ട് 2.5 മണിക്കൂർ ദൂരമുണ്ട്. ഞങ്ങൾ കാറിലാണ് പോയത്. ബോട്ടണി ബേ ബീച്ച് കെൻറ്റിൽ ബ്രോഡ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പാർക്ക് ചെയ്തിട്ട്, ഫ്രീ പാർക്കിംഗ് ഉണ്ടായിരുന്നു, പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വെളിയിൽ നടന്നു. ട്രെയിനിൽ വരുവാണെങ്കിൽ ബ്രോഡ്സ്റ്റേഴ്സ് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറൊരു ബസ് എടുത്തിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇത് കാൻറ്റർബറിയുടെ അടുത്തുള്ള സ്ഥലമാണ്. കാൻറ്റർബറിയിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവാണ് ഇങ്ങോട്ടുള്ളത്. പാർക്ക് ചെയ്തെടുത്തും താഴോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ബീച്ച് കാണാം. ഇവിടെ കുറേ ആഫ്രിക്കൻ ചേട്ടന്മാർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. കടൽ ഒത്തിരി ഇറങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാൻ പറ്റും അകത്തോട്ട്, കടലിലോട്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ബോട്ട്സും ഷിപ്പും ഒക്കെ കാണാം. ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് താഴെയാണ് ബീച്ച്. നമ്മളവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരണം. വരുന്ന വഴിക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്. ഫാമിലിയായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ്. ബാർബിക്യൂ അലൗഡാണ് ഈ ബീച്ചിൽ, പക്ഷേ ഡോഗ്സ് ബാൻഡാണ്. അങ്ങനെ കുറേ ദൂരം കടലിനകത്തോട്ട് നടന്നു. അവിടുന്ന് നമ്മൾ ബാക്കിലോട്ട് നോക്കിയാൽ വൈറ്റ് ക്ലിഫ് നന്നായിട്ട് കാണാം. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോസിൽ ഹണ്ടിങ്ങിന് നല്ല ഫേമസ് ആണ് ഈ ബീച്ച്. ഷെൽസൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. കടൽ ഒത്തിരി ഇറങ്ങിപ്പോയിട്ട് നമുക്ക് അങ്ങോട്ട് നടന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഒരു ജെല്ലി ഫിഷ് ചത്ത് കിടക്കുന്ന കണ്ടായിരുന്നു. കുറേ മലയാളി ഫാമിലീസ്, ഇംഗ്ലീഷ് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. കിഡ്സുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അവിടെ കളിക്കുമായിരുന്നു. അവിടെ ലൈഫ് ഗാർഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാൽ അവരുടെ സേഫ്റ്റിക്ക് ആളുണ്ട് അവിടെ. സ്വിമ്മിങ്ങിന് അവിടെ ഒരു സ്പെസിഫിക് ഏരിയ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ മാത്രമേ സ്വിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രമേ ലൈഫ് ഗാർഡ് സപ്പോർട്ട് അവൈലബിൾ ഉള്ളൂ. നമുക്കിങ്ങനെ ക്ലിഫ്സിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് അങ്ങ് കുറച്ച് ദൂരം പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴാണ് ഇവിടെ ബാർബിക്യൂ ചെയ്യുന്ന കണ്ട്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആഫ്രിക്കൻ ചേട്ടന്മാരായിരുന്നു അത്. കുറച്ച് പേര് ബാർബിക്യൂ ചെയ്യുന്നു, കുറച്ച് പേരവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. വെള്ളം ഒത്തിരി ഇറങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് എല്ലാ പാറകളും പായൽ പിടിച്ചിടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. കടൽ തിരിച്ച് കയറിയാൽ നമ്മൾ ഈ കാണുന്ന സ്ഥലമൊക്കെ ഫുൾ വെള്ളമായിരിക്കും. ആ പാറയുടെ അറ്റം വരെ വെള്ളമായിരിക്കും. നമുക്ക് അങ്ങോട്ടൊന്നും നടക്കാൻ പറ്റത്തില്ല. കുറേ ദൂരം ഞങ്ങൾ നടന്നു വന്നപ്പോഴാണ് ഗുഹ പോലൊരു പ്ലേസ് കണ്ടത്. അവിടെ കുറച്ച് പേര് ബിയറൊക്കെ ആയിട്ട് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സൈഡിലോട്ട് കുറച്ച് ദൂരം നടന്നു നോക്കി, പക്ഷേ അത് ഗുഹ എങ്ങനെ എങ്ങോട്ടും പോകത്തില്ല, അവിടെ എൻഡാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് കടലിലൂടെ കുറേ ദൂരം നോക്കിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ തോന്നി. അങ്ങനെ കുറേ ദൂരം ഈ പാറകളുടെ മേളിൽ കൂടി ഞങ്ങൾ നടന്നങ്ങ് അറ്റം എത്തിയപ്പോൾ നമ്മുടെ കുറേ സീഗൾസ് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്ന കാണായിരുന്നു. എന്താണെന്നറിയത്തില്ല, അവിടെ കുറേ സീഗൾസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നോക്കിയാൽ ഷിപ്പൊക്കെ കാണാം. ഷിപ്പും ബോട്ടും ഒക്കെ പോകുന്നത് നമുക്ക് കാണാം. ബിക്കോസ് നമ്മൾ ഒത്തിരി കടലിനകത്തോട്ട് നടന്നുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വന്ന സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ക്ലിഫ്, നല്ല വ്യൂ ആയിരുന്നു. സോ ഞങ്ങൾ പോയ സമയം എന്തായാലും നല്ല സമയമായിരുന്നു. ബിക്കോസ് വെള്ളം ഒത്തിരി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫുൾ വ്യൂ കിട്ടി. അതേപോലെ ക്ലൗഡ്സൊക്കെ താന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു 2 hours അവിടെ സ്പെൻഡ് ചെയ്തു. മോർ ദാൻ 2 hours സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി. തിരിച്ച് നടക്കുമ്പോഴത്തേക്കിന് മണ്ണിന് നല്ല ചൂടായിരുന്നു, കാലിന് നല്ല ചൂടുണ്ടായിരുന്നു നടക്കുമ്പോൾ. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. ഒരു സീകൾ കരയിലോട്ട് കയറി വരുന്നുണ്ടപ്പോൾ ഞാൻ അതിൻ്റെ പുറയിൽ ചുമ്മാ നടന്നു നോക്കി അത് പറക്കുമോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനെ മൈൻഡ് ചെയ്തു പോലും ഇല്ല. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.